Hello everyone, welcome to Nanan Academy. നദികൾ, തടാകങ്ങൾ, ഡാമുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 20 GK സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. എത്രയാണ് പെരിയാറിൻ്റെ നീളം? 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. എത്ര കിലോമീറ്ററാണ് അതിൻ്റെ നീളം? 16 കിലോമീറ്റർ മാത്രമേ മഞ്ചേശ്വരം പുഴയ്ക്ക് നീളമുള്ളൂ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. അതിൻ്റെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി? ഉത്തരം നെയ്യാർ. നെയ്യാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന നദി. ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് വടക്കേ അറ്റത്തെ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം? കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഉത്തരം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഉത്തരം ശാസ്താംകോട്ട കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തടാകം? ഉത്തരം ഉപ്പള തടാകം, കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഉപ്പള തടാകമാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തടാകം. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് ഉപ്പള തടാകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ തടാകം ഉപ്പള തടാകം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ തടാകം? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഉത്തരം വേളി തടാകം, തിരുവനന്തപുരം. ഏത് ജില്ലയിലാണ് വേളി തടാകം? തിരുവനന്തപുരം ജില്ലയിലാണ് വേളി തടാകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് വേളി തടാകം. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് വേളി തടാകം ഉള്ളത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ തടാകമാണ് വേളി തടാകം.
അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏത്? ഉത്തരം പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂക്കോട് തടാകം ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ, തിരുവനന്തപുരം. വെള്ളായണിക്കായൽ ഒരു ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് വെള്ളായണിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് വായിക്കുക. ഉത്തരം പാലക്കാട്. ഏത് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം കാണുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം ഏത്? നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതം. ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനത്താണ് വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാർ. ബീഹാർ സംസ്ഥാനത്താണ് വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട്? ഉത്തരം നർമ്മദ നദിയിൽ. ഏത് നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം, ടോളസ്റ്റ് ഡാം അല്ലെങ്കിൽ ഹയസ്റ്റ് ഡാം ഏതാണ്? തെഹരി ഡാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണ്? തെഹരി ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം. ഉത്തരം തെഹരി ഡാം. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഏത് നദിയിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്? ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ്? ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് തെഹരി ഡാമിൻ്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഡാമാണ് തെഹരി ഡാം, ഏറ്റവും ഉയരം കൂടിയ ഡാം. അടുത്ത ചോദ്യം, നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഉത്തരം കൃഷ്ണ നദിയിൽ. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്.
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം, ലോങ്ങസ്റ്റ് ഡാം ഏത്? ഹീരാക്കുഡ് അണക്കെട്ട്. എന്താണ് ഹീരാക്കുഡ് അണക്കെട്ടിൻ്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹീരാക്കുഡ് അണക്കെട്ട്. ഹയസ്റ്റ് അല്ലെങ്കിൽ ടോളസ്റ്റ് ഡാം ഏതാണ്? തെഹരി ഡാമാണ്. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഡാം ഏതാണ്? അത് ഹീരാക്കുഡ് അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഹീരാക്കുഡ് അണക്കെട്ട്. ഹീരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഹീരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം മഹാനദിയിൽ. ഏത് നദിയിലാണ് ഹീരാക്കുഡ് അണക്കെട്ടുള്ളത്? മഹാനദിയിലാണ് ഹീരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ഹീരാക്കുഡ് അണക്കെട്ടിൻ്റെ പ്രത്യേകത? ലോങ്ങസ്റ്റ് ഡാമാണ്. ഇന്ത്യയിലെ നീളം കൂടിയ ഡാമാണ് ഹീരാക്കുഡ് അണക്കെട്ട്. 20 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.